ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? സുഖമാണ് വിചാരിക്കുന്നു. പിന്നെ പാർട്ട് 2 ആണ്. അതായത് ഫുള്ളെങ്ങനെ കളറാക്കുക, അതുപോലെ തന്നെ ഒരാൾ മാറ്റിയെടുത്തതെന്ന് പറഞ്ഞപ്പോൾ അതിന് ഫുള്ളായിട്ടൊന്ന് പറഞ്ഞൊരു പറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ക്ലാസ്സിൽ വെക്കുമ്പോൾ ഒരു ബെഞ്ചിന്മേൽ ഒട്ടും താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം റെറ്റിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴോ അതുപോലെ തന്നെ എന്ത് കാര്യം നോക്കുകയാണെങ്കിലും അവരുടെ ലൈഫിൽ ഇങ്ങനെ മാറ്റിയെടുത്തരുത്. ആരും എത്താൻ പറയാത്ത ഇതിലിങ്ങനെ മൂലയ്ക്ക് നിർത്താൻ പാടില്ല. കാരണം മോശമാണ്, സ്കൂളാണ്, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ചിലപ്പോൾ ഓർക്ക് ആഗ്രഹം ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടാവുമ്പോൾ അവർക്ക് ചോദിക്കുമ്പോൾ അടക്കി പിന്നെ ഓർക്ക് ഒരു മാതിരിയാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവൻ പല കാര്യങ്ങൾ ചിന്തിക്കും. എന്ത് ചെയ്യണം, ഇവിടെ നിന്നാൽ ശരിയാവുമോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കും. പിന്നെ അത് കൊണ്ടുനടക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് അവന് പിന്നെ വീണ്ടും എന്നോടെങ്കിലും വർത്താനം പറയുന്നൊക്കെ പറയും. പക്ഷെ ആരും മെയിൻ ചെയ്യുമ്പോൾ ചെയ്യില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഓനെ പരിപാടി ആകുമ്പോഴും ബാക്കി എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും, ബാക്കി ഒരാൾ മാത്രം മാറ്റിയെടുത്ത് അങ്ങനത്തെ പരിപാടി ചെയ്യാൻ പാടില്ല, മോശമാണ്. നമ്മൾ ഫുൾ കളറാക്കണമെങ്കിൽ എല്ലാവരും കൂടെ നോക്കണം. അങ്ങനെ പോവുകയാണെങ്കിലൊക്കെ അടിപൊളിയാവുള്ളൂ. അല്ല ഒരാളെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പഠിത്തം കഴിഞ്ഞ് പിന്നെ ഒരു പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന എല്ലാവരും ജോലിക്ക് പോകുന്നു. എന്നിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരും വരും ചെയ്യും. പക്ഷേ ഒരാൾ മാത്രം കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഓന് വേറെ ഫ്രണ്ട് ഉണ്ടാവും. ഓന് അയച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓൻക്ക് ആഗ്രഹങ്ങളുണ്ടാവും, ഇങ്ങനത്തെ പരിപാടിക്ക് എല്ലാവരും കൂടി ചേർക്കണം എന്നുള്ളത്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ മാറ്റിയിരുത്താൻ പാടില്ല. അവർക്ക് ജോലി ഉണ്ടാവും, അവർ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ടൈമിൽ പഠിക്കുമ്പോൾ ഒരാൾ മാറ്റിയിരുത്താൻ പാടില്ല. ആർക്കെങ്കിലും ജോലി ഉണ്ടായി സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഒരാൾ മാത്രം മാറ്റിയിരിക്കണേ? എന്തിനാണ് ആവശ്യം? ഒരാവശ്യമില്ലല്ലോ. എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക, എല്ലാവരും സംസാരിക്കുക, എല്ലാവരും ഒത്തുകൂടുക, പരിപാടിയൊക്കെ ഉഷാറാക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചു കൊടുക്കുക. എന്നാലും ഒരു കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ സഹായിക്കാൻ അവൻ വരും. പിന്നെ ഓന് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കൂട്ടായ്മ മാത്രം വന്നിട്ട് ഒരാൾ മാത്രം കോണ്ടാക്ട് ഇല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവനെന്ത് ചെയ്യും അറിയാം? ഇവന് ഒറ്റയ്ക്ക് പോയിട്ട് ടീച്ചർമാർ എല്ലാവരും കണ്ട് വർത്താനം പറഞ്ഞ് ഓന് പുള്ളി രസമായിട്ട് എല്ലാവർക്കും മുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു തരത്തിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെന്താ പറയുക, ആ ഒറ്റയ്ക്ക് എത്താൻ പാടില്ല എന്ന് തോന്നും. മനസ്സിലായോ? അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആരും എന്ത് ചെയ്യരുത്, എല്ലാവരും ഒത്തുകൂടാൻ നോക്കുക. എന്നാലും എപ്പോഴും അടിപൊളിയാവുള്ളൂ. മനസ്സിലായോ? ഒരാൾ മാത്രം മാറ്റിയിട്ടിട്ട് എന്ത് കിട്ടാനൊക്കെ നമ്മളെ പോലെ തന്നെ അല്ല അവനും ആ ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒരിക്കലും എന്ത് ചെയ്യരുത്, മാറ്റി നിർത്താൻ പാടില്ല. എല്ലാവരും കൂടെ നിർത്തുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒത്തുചേരുക, സഹായിച്ചു കൊടുക്കുക. അതാണ് വേണ്ടത്. മനസ്സിലായോ? അങ്ങനെ പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഒരാൾ മാത്രം മാറ്റി എത്തിയിട്ട് ഒരു നിലയിലെത്തി ജോലിയൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഓർക്കൊരാഗ്രഹം ഉണ്ടാവും, ഫുൾ എല്ലാവരും കൂടി ചേർന്ന് നിൽക്കണം, എല്ലാവരും കൂടി കാണണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ കോണ്ടാക്ട് ചെയ്താൽ ഓർക്ക് വിളിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഒത്തുചേരുക, ഒരു ക്ലാസ്സിൽ നല്ല രീതിയിൽ പോകാൻ നോക്കുക. അപ്പോൾ കല്യാണം എന്ത് പരിപാടി ആയിക്കോട്ടെ അവരെ വിളിക്കാൻ നോക്കുക. ആരും ഒരു മാറ്റി നിർത്താൻ പാടില്ല, എല്ലാവരും വിളിക്കുക. ഓക്കെ, അടിപൊളിയാക്കുക.
എന്നാലാണ് ഉഷാറാവുള്ളൂ. പിന്നെ നമ്മളെ പരിപാടിക്ക് വിളിക്കുക, എല്ലാവരും വിളിക്കുക, അങ്ങനെ കമ്പനിയാണ്. അല്ലാതെ ഒരാൾ മാത്രം മാറ്റി ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തും കിട്ടാൻ പോകുന്നില്ല. അവന് ലൈഫ് അടിപൊളിയായിട്ട് പോകും. പക്ഷേ ഉള്ളിൽ നമുക്ക് വിഷമമുണ്ട്. കാരണം എല്ലാവരും ഒറ്റ കൂടണം എന്നുള്ള ഒരു ചിന്ത മാത്രം അവൻ കിട്ടും. ബാക്കി എല്ലാവരും ഓക്കെയാണ്. പക്ഷേ ഒരാൾ മാത്രം മാറ്റിയിരുത്താൻ പാടില്ല. മനസ്സിലായോ? അതാ പറയണത്. ആരും എന്ത് ചെയ്യരുത്, മാറ്റരുത്. അവരുടെ കൂടെ നിൽക്കുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നോക്കുക. അതാ നല്ലത്. ഓക്കെ, എന്നാലേ അടിപൊളിയാവുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളോടും പറയാണ്, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കൊരു ഉപകാരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണത്. അപ്പോൾ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.